എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം, ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യയായ സേരസ് തന്നോട് പറഞ്ഞതായ ഒരു പദമാണ് നമുക്ക് വായിച്ചു കേൾക്കുവാൻ കഴിഞ്ഞത്. അഹശ്വേരോശ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉന്നത പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വാതിൽ കാവൽക്കാരനായി മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ മനുഷ്യൻ, മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ, ഹാമാനെ ബഹുമാനിക്കാത്തത് കൊണ്ട്, കുമ്പിടാത്തത് കൊണ്ട് ഈ മൊർദെഖായിയോട് ഹാമാന് ഭയങ്കര ദേഷ്യമുണ്ടായി. ഈ മൊർദെഖായി എങ്ങനെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഹാമാൻ പല വഴികൾ തേടി. അങ്ങനെ പല തന്ത്രങ്ങൾ തേടി ഹാമാൻ മൊർദെഖായിയെ നശിപ്പിക്കാനായിട്ട് ഒരു വലിയ കഴുകുമരമുണ്ടാക്കി. ഇതുവരെയും ആർക്കും വേണ്ടി ഉണ്ടാക്കാത്തതായ, ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതായ ഒരു ഭയങ്കര കഴുകുമരമുണ്ടാക്കി. ഇതിനെല്ലാം അഭിപ്രായം പറഞ്ഞു കൊടുത്തത്, ഇതിനെല്ലാം ഉപദേശം പറഞ്ഞു കൊടുത്തത്, ഇതിനെല്ലാം കുറുക്കു വഴികൾ പറഞ്ഞു കൊടുത്തത് സ്വന്തം ഭാര്യയായിരിക്കുന്ന സേരസ്. എന്നാൽ മൊർദെഖായിയെ പറ്റി ദൈവവചനം ഇങ്ങനെ പറയുന്നു: അവൻ യഹൂദ വംശജനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി. ദൈവവചനം ആധികാരികമായി ഇങ്ങനെ പറയുന്നു: സ്തുതിക്കുന്ന നീ പരാജയപ്പെടില്ല, സ്തുതിക്കുന്ന നീ തോറ്റുപോകില്ല, സ്തുതിക്കുന്ന നിന്നെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ആരാധിക്കുന്ന നീ നന്മ അനുഭവിക്കും, ആരാധിക്കുന്ന നീ ഉയർച്ച പ്രാപിക്കും, ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇതുവരെയും നടക്കാത്ത അസാധാരണമായ പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കും. ഇവിടെ ഹാമാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന, എപ്പോഴും എന്ത് നടന്നാലും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ആ ദൈവപാദപീഠത്തിലിരിക്കുന്ന മൊർദെഖായിയെ നശിപ്പിക്കുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ, ഒപ്പം തന്നെ അവൻ്റെ വംശത്തിലുള്ള യഹൂദ ജനത്തെ മൊത്തം നശിപ്പിക്കുവാൻ തന്ത്രപരമായി കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് രാത്രി ദൈവം രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി, ദൈവം രാജാവിൻ്റെ സ്വസ്ഥതയെ കെടുത്തി. മൊർദെഖായിയുടെ ജീവിതത്തിൽ അവൻ നേരിടാൻ പോകുന്ന പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ വരെ പുറത്തു കൊണ്ടുവരണം എന്ന വഴി വെട്ടി തുറക്കുകയുണ്ടായി. നിങ്ങളും നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കുന്നവരായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ പ്രശ്നങ്ങൾ നേരിട്ട് അത് നിമിത്തം കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട സമയമായി. നിങ്ങൾ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട സമയമായി. നമ്മൾ വിചാരിക്കും നമ്മുടെ മുമ്പിലായിരിക്കുന്നവർ അധികാരമുള്ളവരാണ്, കൈബലമുള്ളവരാണ്, ആൾബലമുള്ളവരാണ്, പണബലമുള്ളവരാണ്, നമുക്ക് നീതി കിട്ടില്ല, നമുക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്ന് താങ്കൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ സ്തുതിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട്, താങ്കൾ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട്, ജീവിതത്തിന് ഏത് തകർച്ചയിലും യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കുവാൻ സമയമായി. നിങ്ങൾക്ക് വേണ്ടി ഉയരത്തുനിന്ന് കൽപ്പന വരുവാൻ സമയമായി. നിങ്ങൾക്ക് വേണ്ടി രാജാക്കന്മാരെയും നേതാക്കന്മാരെയും അധികാരികളെയും ദൈവം തട്ടി എഴുന്നേൽപ്പിക്കേണ്ട സമയമായി. അവിടെ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ട്, അവരുടെ സമാധാനത്തെ കെടുത്തിക്കൊണ്ട്, അവരുടെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട്, നിങ്ങളെ പറ്റിയുള്ള ആലോചനകൾ അവരുടെ ഉള്ളിൽ പകർന്നു, നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ പകർന്നു, നിങ്ങളെ പറ്റിയുള്ള ദർശനങ്ങൾ, സ്വപ്നങ്ങൾ അവരുടെ റൂമിനകത്ത് ദൈവം അയച്ചു. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം നേരിട്ടിടപെടുന്ന ഒരു സീസണാണ്. എത്ര പേർ അത് സ്വീകരിക്കുന്നു? കൈകളടിച്ചത് സ്വീകരിക്കുക. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം, നിങ്ങളിപ്പോൾ നേരിടുന്ന വിഷയത്തിൽ നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നിങ്ങൾ തകർന്നു പോകില്ല. സാഹചര്യം വെച്ച് നിങ്ങൾ പറയുന്നു, ഈ വിഷയത്തിൽ ഞാൻ ജയിക്കില്ല.
കൂടെ നിൽക്കുന്ന സമൂഹം വലിയൊരു സമൂഹമായതുകൊണ്ട് അവർ പറയുന്നു, നിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു പപ്പടം പോലെ ഞങ്ങൾ പൊടിച്ചു കളയും. പക്ഷേ നിന്നെ പൊടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യമല്ല, നിന്നെ കൽപ്പിച്ചാക്കി നിർത്തിയിരിക്കുന്നവനാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളുടെ കയ്യിലല്ല നിന്റെ ജീവിതം. നിന്റെ ഭാവി നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കയ്യിലാണ്. നീ എങ്ങനായിരിക്കണം, എവിടെയായിരിക്കണം, എപ്രകാരമായിരിക്കണം എന്നത് തീരുമാനിക്കുന്നത് എന്റെയും നിന്റെയും ഉടയവനായിരിക്കുന്ന സൃഷ്ടാവാണ്, അപ്പനാണ്. അപ്പനറിയാതെ ഒരു മുടി പോലും താഴെ പോകില്ല. ധൈര്യമായി മുൻപോട്ട് പോകുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ നോക്കി വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ വിട്ട് ധൈര്യമായി മുൻപോട്ട് പോകുക. ഇവിടെ രാത്രി രാജാവിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തി. മൊർദെഖായിക്ക് വേണ്ടി ദൈവം അവിടെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ നാളുകൾ കരഞ്ഞില്ലേ? കഴിഞ്ഞ നാളുകൾ ഉടഞ്ഞില്ലേ? കഴിഞ്ഞ നാളുകൾ ഉപവസിച്ചില്ലേ? കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചില്ലേ? കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നില്ലേ? അപ്പൻ ഈ വിഷയത്തിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ചോദിച്ചില്ലേ? അതിന്റെ ഉത്തരം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതിന്റെ ഉത്തരം നിന്റെ വാതിൽ തട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ മറുപടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ, നീ മുൻപോട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുമ്പോൾ, ആ വിഷയങ്ങളുടെ മറുപടി നിന്നെ അനുഭവിക്കുന്ന വിധത്തിൽ ദൈവം ചില മുഖാന്തരങ്ങളെ നിനക്കായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഡിപ്പാർട്ട്മെന്റ് തലങ്ങളിൽ നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കുന്നു. നിന്റെ ചുറ്റുപാടുമിരിക്കുന്ന ചില മാന്ത്രിക ശക്തികളെ കൈകാര്യം ചെയ്യുന്ന ചില വ്യക്തികളെ ദൈവമായി നിന്റെ ചുറ്റും നിന്നും എടുത്തു മാറ്റുന്നു. നിനക്ക് വേണ്ടി അസാധാരണമായ ചില പ്രവൃത്തികൾ ദൈവം ചെയ്യുന്നു. ഹാമാൻ ഇങ്ങനെ ചിന്തിച്ചു, മൊർദെഖായി ഈ വലിയ കടികമരത്തിൽ തൂങ്ങും. ഈ കടികമരത്തിൽ തൂങ്ങുമ്പോൾ ഞാൻ കൈയടിച്ച് അട്ടഹസിക്കും. ഞാനും എൻ്റെ മക്കളും ഭാര്യയും ചേർന്ന് അന്ന് ഭയങ്കര സെലിബ്രേഷൻ നടത്തും. പക്ഷേ ദൈവം ചെയ്യാൻ പോകുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഒരു കണ്ണ് കാണാത്തത് നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു ചെവി കേൾക്കാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ആരുടെയും ഹൃദയത്തിൽ ഇതുവരെയും തോന്നാത്തത് നിനക്ക് വേണ്ടി, സഹോദര നിനക്ക് വേണ്ടി, സഹോദരി നിനക്ക് വേണ്ടി ദൈവം ചെയ്യുകയാണ്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? താങ്ക് യു ലോർഡ്. പുറമേയുള്ള സാഹചര്യങ്ങളെ കണ്ട് പേടിക്കരുത്. പുറമേയുള്ള നിലവാരങ്ങളെ കണ്ട് അന്തിക്കരുത്. പുറമേയുള്ളവന്റെ ബലം വലുതാന്നോർത്ത് നിന്നിലുള്ള ബലത്തെ നീ മറന്നു കളയരുത്. അപ്പനിലെ ആശ്രയം വിടരുത്. ധൈര്യമായി മുൻപോട്ട് പോകുക. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ധൈര്യമായി 3 നേരം പ്രാർത്ഥിക്കുക. ദൈവ പാദപീഠത്തിൽ കിടക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നേരെ തിരിയേണ്ട സമയമായി. നിനക്കെതിരെയുള്ള കള്ളക്കേസുകളെ നേരെ തിരിക്കേണ്ട സമയമായി. നിനക്കെതിരെയുള്ള വിധിയെഴുത്തുകളെ നേരെ തിരിക്കേണ്ട സമയമായി. നിന്നെ തകർക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരുന്ന പ്രവൃത്തികൾ തിരിഞ്ഞടിക്കേണ്ട സമയമായി. സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇവിടെ എല്ലാവരും വിചാരിച്ചു ഹാമാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്തിൽ മൊർദെഖായി കഴുകുമരത്തിൽ തൂങ്ങും. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, എത്ര വലിയവൻ കഴുകുമരം ഉണ്ടാക്കിയാലും, എത്ര കഴിവുള്ളവൻ കഴുകുമരം ഉണ്ടാക്കിയാലും, അവൻ വിചാരിക്കുന്ന വ്യക്തി അല്ല അതിൽ തൂക്കപ്പെടുന്നത്. സകലത്തെ നിയന്ത്രിക്കുന്നവനാണ് അതിൻ്റെ തീരുമാനമെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങൾ ആർക്കും ഉണ്ടാക്കാം, എന്നാൽ ആ പ്രതികൂലം ആർക്ക് ഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഉണ്ടാക്കുന്നവനല്ല, സകലത്തെ നിയന്ത്രിക്കുന്നവനാണ്. കഴുകുമരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിന്നെ തൊടില്ല, നിന്നെ തൊടില്ല, നിന്നെ തൊടില്ല. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ, ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നിന്നെ പരിപാലിക്കും. 121 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ആകാശ ശക്തികൾ നിന്നെ തൊടാതെ, മന്ത്രവാദ ശക്തികൾ നിന്നെ തൊടാതെ, അധികാര ശക്തികൾ നിന്നെ തൊടാതെ, മാനുഷിക ശക്തികൾ നിന്നെ തൊടാതെ, പൈശാചിക ശക്തികൾ നിന്നെ തൊടാതെ ഒരു വലിയ സംരക്ഷണം ഇന്ന് രാത്രി ഈ വചനത്തിൽ കൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവം പകരുകയാണ്. ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും വിചാരിച്ചു ആ പ്രത്യേക സമയം വരുമ്പോൾ മൊർദെഖായി അതിന് മേളിൽ തൂങ്ങും. എന്നാൽ ആരാണോ കഴുകമരം ഉണ്ടാക്കിയത്,
അവനും അവൻ്റെ കുടുംബവും ആണ് ആ കഴുകുമരത്തിൽ തൂക്കപ്പെട്ടത്. ആർക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പെട്ടോ അവന് അധികാര സ്ഥാനവും ഉയർവും പദവിയും ഉണ്ടായി. ദൈവം മാനിച്ചതുപോലെ മൊർദെഖായിയെ രാജാവ് മാനിച്ചുയർത്തി അധികാര പ്രമോഷൻ ഉയർച്ച കൊടുത്തതുപോലെ ഇന്ന് ഈ വചനം വിശ്വാസത്താൽ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ആരും ചിന്തിക്കാത്ത ചില പ്രവൃത്തികൾ ആഴമായി ചെയ്യുന്നു. വിശ്വാസത്താൽ സ്വീകരിക്കുക. താങ്ക് യു ലോർഡ്. ജീവിതത്തിൻ്റെ തകർന്ന സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ എതിർപ്പുകളും വെല്ലുവിളികളെയും കണ്ടു ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു, ഇനി ഞാൻ തോറ്റുപോകും, അവരുടെ മുതൽ പരാജയപ്പെടുമെന്ന് ചിന്തിക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത്, ആര് നിന്നോട് പറഞ്ഞു അവൻ്റെ കയ്യിൽ നീ വീണു പോകുമെന്ന്? ആര് നിന്നോട് പറഞ്ഞു ആ പ്രശ്നത്തിൽ നീ തകർന്നു പോകുമെന്ന്? ഇല്ല, ഇല്ല. നിന്റെ പുതിയ അത്ഭുതങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. നിന്റെ ജീവിതത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. പുതിയ ദൈവിക അനുഭവങ്ങളിൽ നീ ചലിക്കാൻ പോകുന്നതേയുള്ളൂ. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിച്ചു, അവൻ യഹൂദ വംശജനാണെങ്കിൽ, അവൻ സ്തുതിക്കുന്നവനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. സ്തുതി എന്നൊരു മേലാട നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നിന്റെ മേലുള്ളത് കൊണ്ട്, സ്വർഗത്തിലെ സീൽ ഉള്ളത് കൊണ്ട് ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും നിന്നെ ജയിക്കാൻ പറ്റില്ല. ആ സകല ശക്തികളുടെ മേളിൽ നീ നടക്കുന്നൊരു കൃപ നിന്റെ മേൽ ദൈവം പകരുകയാണ്. ഇന്ന് രാത്രി എൻ്റെ ജീവിതം ഈ വചനം പോലെയാണ്. പല പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ ചഞ്ചലിച്ചു കൊണ്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവർ നിങ്ങൾ ഇരിക്കുന്നിടങ്ങൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നല്ല പിതാവേ, ഏതെല്ലാം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവർക്കെതിരെ കഴുകുമരങ്ങൾ ഉയർത്തപ്പെട്ട സാഹചര്യത്തിൽ അവർ വേദനപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കഴുകുമരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്നതിനായി സ്തോത്രം. യഹൂദ ജനത്തെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടി ശത്രു ഒരുക്കിയ എല്ലാ പദ്ധതികളെയും അവിടുന്ന് തച്ചുടച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം എസ്തേറിൻ്റെ കയ്യിലും മൊർദെഖായിയുടെ കയ്യിലും കൊടുത്തതുപോലെ കർത്താവ് ഏത് വ്യക്തിയെ നശിപ്പിക്കണമെന്ന് ശത്രു ആഗ്രഹിച്ചോ ആ ശത്രുവിൻ്റെ കയ്യിൽ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ്റെ പൂർണ്ണ കുടുംബത്തിന് നിയന്ത്രണം കൊടുത്തതുപോലെ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതെല്ലാം കുഞ്ഞുങ്ങൾ ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു ഇതേ സാഹചര്യത്തിൽ കൂടെ പോകുന്ന സാഹചര്യത്തിന് മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യത്തിന് പൂർണ്ണ നിയന്ത്രണം അവരുടെ കരത്തിൽ അവിടുന്ന് കൊടുക്കുന്നതിനായി സ്തോത്രം. ആ സാഹചര്യങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കരത്തിൽ അവിടുന്ന് കൊടുക്കുന്നതിനായി സ്തോത്രം. ആ പ്രശ്നങ്ങളിലൂടെ അവിടുത്തെ മഹത്വം അവരുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായി നന്ദി. ഈ സാഹചര്യങ്ങളിലൂടെ അവിടുത്തെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരിക്കലും കാണുകയില്ല എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ അവരോട് നേരിട്ട് വെല്ലുവിളിച്ചു കൊണ്ടുനിന്ന വ്യക്തികളെ, ശക്തികളെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ അധികാരത്താൽ എടുത്തു മാറ്റി, സ്വർഗത്തിലെ ഡിക്ലറേഷനാൽ എടുത്തു മാറ്റി അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ കർത്താവേ പുതിയ പാതകളിലൂടെ അവിടുന്ന് കരം പിടിച്ചു നടത്തുന്ന കൃപകൾക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ജീവിതത്തിന് മുമ്പിലായിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും മാറ്റമുണ്ടാകട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ഭയങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ആകുലതകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ വേദനകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. നിങ്ങളുടെ കണ്ണുനീരിനെ പരിശുദ്ധാത്മാവ് തുടയ്ക്കുന്നു. നിങ്ങളുടെ കണ്ണുനീരിനെ പരിശുദ്ധാത്മാവ് തുടയ്ക്കുന്നു. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം നിങ്ങൾക്ക് ദോഷമായി വരാത്ത വിധത്തിൽ ഒരു പ്രത്യേക പരിപാലനം ദൈവം നിങ്ങൾക്കായി കൽപ്പിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാത്ത വിധത്തിൽ ഒരു വലിയ ദൈവിക കാവൽ. നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാകാം, ഒത്തിരി ചലഞ്ചസ് ഉണ്ടാകാം. എല്ലാ വിഷയങ്ങളുടെ നിയന്ത്രണം ഇന്ന് രാത്രി ദൈവാത്മാവ് ഏറ്റെടുക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെ നിയന്ത്രണം ദൈവാത്മാവ് ഏറ്റെടുക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ദൈവാത്മാവ് ഏറ്റെടുക്കുന്നു. ജീവിതത്തിൽ എത്ര കഴുകുകര മരങ്ങൾ ഉയർന്നാലും കർത്താവേ അതിനകത്ത് ആർ തൂക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് അവിടെ നിന്നാണല്ലോ. കഴുകുമരം ഉണ്ടാക്കുന്നവനല്ലല്ലോ കർത്താവെ. കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ വീഴും, കല്ലുരുട്ടുന്നവൻ അതുകൊണ്ട് ദണ്ഡനം സംഭവിക്കും. കർത്താവെ മതിൽ പൊളിക്കുന്നതിന് പാമ്പ് കടിക്കും എന്നൊക്കെ വേദവചനത്തിൽ ഞങ്ങൾ വായിക്കുമ്പം ഞങ്ങളാരും കർത്താവെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മയാൽ ജയിച്ചുകൊണ്ട് ദൈവഹിത പ്രകാരം വളരെ ഭയത്തോടും മുന്നേറി ചെല്ലുവാൻ എല്ലാ കുഞ്ഞുങ്ങൾക്ക് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ വചനത്തിൽ കൂടുതൽ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദാനമായി അവിടുന്ന് പകരുന്നതിനായി നന്ദി.
സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ സകല കുഞ്ഞുങ്ങളെയും തിരുക്കരത്തിൽ ഏൽപ്പിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിതത്തിന് മുമ്പിലായിരിക്കുന്ന അടയപ്പെട്ട വാതിലുകൾ തുറന്നു വരട്ടെ. അവിടെ ജീവിതത്തിന് മുമ്പിൽ മനുഷ്യൻ പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും മടങ്ങി വരട്ടെ. അവിടെ ജീവിതത്തിൽ എന്തുമാത്രം മാനസിക സംഘർഷം അവർ അനുഭവിക്കുന്നു, ആ ടെൻഷൻസ് വിട്ട് അവർ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. അവരുടെ മരണത്തിന് ഭയം, മരണഭീഷണി മുഴക്കിക്കൊണ്ട് ഏതെല്ലാം വ്യക്തികൾ മുൻപ് നിൽപ്പുണ്ടോ അവരെല്ലാം ദൈവമായി തന്നെ എടുത്തു മാറ്റുന്നതിനായി സ്തോത്രം. അധികാരികളെ സ്പർശിക്കുന്നതിനായി നന്ദി. ഈ വിഷയങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതിനായി സ്തോത്രം. അപ്പോൾ ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു. പൂർണ്ണ മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അനുഗ്രഹവും സമാധാനം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, മീഡിയയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന പ്രിയ കുടുംബത്തെ തിരുക്കരത്തിൽ ഏൽപ്പിച്ച് ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, അവിടെ മേൽ ഈ എല്ലാ അനുഗ്രഹങ്ങളും കാവലും അവിടുന്ന് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. അവിടെ മുമ്പിൽ ചലഞ്ചസ് എന്തൊക്കെ പ്രശ്നമുണ്ടോ സകല വിഷയങ്ങളെ ഈസിയാക്കി മാറ്റുവാൻ പോകുന്നതിനായി സ്തോത്രം. സകല വിഷയങ്ങളുടെ മേൽ സ്വർഗം കനിയുന്നതിനായി നന്ദി. കർത്താവ് എല്ലാ മേഖലയിലും ദൈവകൃപയുടെ നിറവ് അനുഭവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങടേത് മാത്രമായിരിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.